അതെ, പഞ്ചായത്ത് ഓഫീസാണ്. ആ, അതൊന്നും ഇങ്ങനെ ഫോണിൽ പറയാൻ പറ്റില്ല. നിങ്ങളുടെ സംശയങ്ങൾ എന്താണെങ്കിലും നിങ്ങൾ ഓഫീസിൽ വന്നിട്ട് ക്ലിയർ ചെയ്യൂ. ഫോണിൽ വിളിച്ച് എങ്ങനെയാണ് സംസാരിക്കുന്നത്? ആ ശരി, ഓഫീസിൽ വരൂ. രാവിലെ തന്നെ ഒരു സംശയമായിട്ട് വന്നോളൂ. ആ അതാ അടുത്തത്. ആ മന്മത. ഹലോ, ആ എന്താ മന്മത? ഞാനിവിടെ ഓഫീസിൽ. എന്ത് തിരക്കും? ഒരു തിരക്കുമില്ല. ആ ഒരു മിനിറ്റ്. എന്താ അവർ പറയണത്? ആ എത്ര സെൻറ്റ്? 7 സെൻറ്റോ? ആ എന്താ വില പറയുന്നത്? ആ താനൊരു കാര്യം ചെയ്യടോ, താനിങ്ങോട്ട് പോരെ. എടോ, ഈ മാതിരി ഭൂമി കച്ചവടത്തിലല്ലേ ഒരു 10 രൂപ കയ്യിൽ തടയൂ. താനിങ്ങോട്ട് പോരെ. ആ നമുക്ക് ഒരു സംസാരിക്കാം. ആ ശരി. ആ ഓക്കെ. സാറേ, ഓ ഭൂമി കച്ചവടമാണല്ലേ? ഭൂമി കച്ചവടമാണ്. വിളിച്ചത് മന്മഥൻ, എൻ്റെ അടുത്ത സുഹൃത്ത്, നാട്ടിലെ പേര് കേട്ട ബ്രോക്കർ. മന്മഥൻ്റെ അച്ഛൻ കടപ്പാട്ടൂർ അറുമുഖൻ. അറുമുഖന് 4 മക്കള്. മൂത്തയാൾ ഈ മന്മഥൻ, താഴെയുള്ള ആള് ഡ്രൈവർ, പിന്നുള്ള 2 പെൺമക്കൾ. 2 പേരെയും കല്യാണം കഴിച്ചയച്ചു. അളിയന്മാരെന്താ ചെയ്യുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അത് ഞാൻ മന്മഥനെ കാണുമ്പോൾ അയാളോട് ചോദിച്ചിട്ട് മണ്ടോദരിക്ക് പറഞ്ഞു തരാം. ഇനി എന്തെങ്കിലും സംശയമുണ്ടോ? സാറിന്റെ പ്രശ്നം എന്താന്ന് എനിക്ക് മനസ്സിലായി. സാറിനൊരു ഫോൺ വന്നപ്പോ ഞാനൊന്ന് ശ്രദ്ധിച്ചു പോയി, അതുകൊണ്ട് ചോദിച്ചതാ ഭൂമി കച്ചവടമാണോന്ന്. ചോദിച്ചല്ലോ. ആ അത് ചോദിക്കാൻ പാടില്ല. അന്യന്റെ സ്വകാര്യതയിലേക്ക് ഒളിഞ്ഞു നോക്കുന്ന സ്വഭാവം മലയാളിക്ക് ഈയിടെ കൂടി വരികയാണ്. അതൊരു നല്ല പ്രവണതയല്ല. ഭൂമി കച്ചവടമാണോ എന്ന് ചോദിച്ചത് ശരിയാ. അത് ചോദിക്കാൻ ഒരു കാരണമുണ്ട്. എന്താ കാരണം? ഞാൻ പറയാം. ഭൂമി കച്ചവടം എന്ന് പറയുമ്പോൾ അതെന്തോ ഒരു മെച്ചപ്പെട്ട ഇടപാടാണെന്ന് എല്ലാവർക്കും അറിയാം. സ്വാഭാവികമായും ആ കച്ചവടത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകൾക്ക് എന്ത് കിട്ടും എന്നറിയാനുള്ള ഒരു ത്വര മണ്ടോദരിയുടെ മണ്ടയിൽ എവിടെയോ ഒളിഞ്ഞു കിടപ്പുണ്ട്. അതത്ര നല്ല കാര്യമല്ല എന്നാ ഞാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം. എന്റെ സാറേ, ഞാൻ അതൊന്നും ഉദ്ദേശിച്ച് ചോദിച്ചതല്ല. ആണ് എനിക്കറിയാമല്ലോ. കറസ്പോണ്ടൻസ് ആയിട്ടാണെങ്കിലും ഞാൻ മനഃശാസ്ത്രം കുറച്ച് പഠിച്ചിട്ടുണ്ട്. ഇങ്ങനെ പോയ മനഃശാസ്ത്രജ്ഞനെ കാണിക്കേണ്ടി വരും. എന്താണ്? പിന്നെ ഇത് മണ്ടോദരി ഉദ്ദേശിക്കുന്നത് പോലെ അത്ര എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു പണിയൊന്നും അല്ല. ഇതിന് ഒരുപാട് കടമ്പകളുണ്ട്. എന്റെ പൊന്നു സാറേ, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടല്ല ചോദിച്ചത്. ശരി, ഉദ്ദേശിച്ചിട്ടില്ല എന്നാലും ഞാൻ പറയാണ്. കടമ്പകൾ എന്ന് പറഞ്ഞാൽ ഇപ്പൊ മണ്ടോദരിക്ക് ഒരു സ്ഥലം വേണം. ആ എന്തായിരിക്കും? മണ്ടോദരിക്ക് കുറച്ച് സ്ഥലം വേണം. സ്ഥലം ഇയാളുടെ ആണെന്ന് വിചാരിക്കും. ഞാൻ അതിനിടയ്ക്ക് നിൽക്കുന്ന ഒരു ബ്രോക്കറും. ആ എന്താ കാര്യം? സാർ, ഞാനൊരു വീട് പണിയാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട്. ആ എന്താ നിങ്ങളുടെ പേര്? ലോലിതൻ. ആ ലോലിതൻ. നിങ്ങളാണോ രാവിലെ വിളിച്ചത് തന്നെ? രാവിലെ വിളിച്ചിരുന്നോ? രാവിലെ എന്നെ വിളിച്ചിരുന്നോ ഇല്ലയോ? ഞാൻ വിളിച്ചില്ല. ആ ശരി. എന്താ? പ്ലാൻ വീടിന്റെ പ്ലാനും പദ്ധതിയൊക്കെ അവിടെയാണ്. പോ അങ്ങോട്ട് പോ. താൻ ഇത്ര വട്ടത്തിന് എത്തിയോ? ഞാനൊരു വണ്ടി കച്ചവടമായിട്ട് ഇവിടെ നിൽക്കായിരുന്നു. ആ അപ്പോൾ വണ്ടി കച്ചവടം ഉണ്ട്. അങ്ങനെയൊന്നുമില്ല. നമ്മൾ ഈ ബൈപ്പാസിൽ പറഞ്ഞ സ്ഥലം നോക്കാൻ ഞാൻ വണ്ടിയിൽ വന്നു. അവിടെ വെച്ച് കൊടുത്തേ വണ്ടി വേണമെന്ന് പറഞ്ഞു. പിന്നെ ഞാനങ്ങ് കൊടുത്തു. അത് നഷ്ടക്കച്ചവടമായിരിക്കും. നഷ്ടം പോലെ അല്ല, എന്നാലും ഭയങ്കര നഷ്ടമൊന്നുമില്ല. അപ്പൊ പറ, രാവിലെ ബൈപ്പാസിലാണ് സ്ഥലം. 7 സെന്റ്. ചോദിക്കുന്നത് വെറും 8 ലക്ഷം രൂപയേ ഉള്ളൂ. 7.25 വരെ പറഞ്ഞു. 8 ലക്ഷം രൂപ അതവിടെ കുറച്ച് കൂടുതലാണ്. ഈ സാറേ, അവിടെ 9 വരെ കിട്ടും. ശരി, ഇതാരുടെ സ്ഥലം? ഒരു ഗൾഫുകാരൻ്റെ സ്ഥലമാണ്. ഗൾഫിൽ എന്തൊക്കെയോ ബിസിനസ് നടന്ന് പൊട്ടിപ്പൊളിഞ്ഞ് ആകെ നാശമായിട്ട് ഇപ്പം നാട്ടിൽ കുത്തുവാള എടുത്ത് നിൽക്കുക. ഇപ്പം പിടിച്ചാൽ നമുക്കത് വാങ്ങാം. എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യും, നമുക്കതുവരെ പോയി നോക്കാം. അല്ല ഇപ്പോൾ വേണ്ട. കാരണം കാര്യം ഞാൻ വണ്ടി എടുത്തിട്ടില്ല. നീ വണ്ടി എടുത്തിട്ട് പോകും. അവിടെ എൻ്റെ വണ്ടി കൊടുത്തു. വേറൊരു ടാക്സി വിളിച്ചോ? വാടക സാർ കൊടുത്തോളണം. വാടക ഞാൻ എന്ത് പൈസ ഒന്നും കൊടുത്തിട്ടില്ല. ATM കാർഡ് സാറിൻ്റെ കാര്യം എപ്പോഴാണ് കാശുള്ളത്? കച്ചവടം നടന്നു കഴിഞ്ഞാൽ ഞാൻ കൊടുത്തോളാം. ബ്രേക്ക് ടൈമിന് പോവാം. ഞാൻ വിളിക്കാം. ആ ശരി.